കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ പല കോണുകളിൽ നിന്ന് കുറച്ചു കാലമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന്റെ സ്കൂളുകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് എയ്ഡഡ് മാനേജ്മെന്റുകളും സ്വകാര്യ സ്കൂളുകളും ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിപ്പോ ആശുപത്രി മേഖലയിലും പൊതുമേഖല ആശുപത്രികളെയും പൊതുജനാരോഗ്യ ക്ലിനിക്കുകളെയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി ഭീമന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പദ്ധതി കുറെ കാലമായിട്ട് തന്നെ തയ്യാറായി വരുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ ആശുപത്രി മേഖലയിൽ കുറെ കാലമായി നടന്നു വന്നിട്ടുള്ള മെർജേഴ്സ്, അക്വിസിഷൻസ് ഇവയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വഭാവം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ബ്ലാക്ക് സ്റ്റോൺ അവരുടെ QCIL എന്ന് പറയുന്ന സ്ഥാപനം കിംസ് ആശുപത്രി ഏറ്റെടുത്തത് ഞാൻ വാർത്തകൾ കണ്ടതാണ്. ഏകദേശം 3000 കോടി രൂപ അവര് ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഒരു ബെഡിന് 3 കോടി രൂപ വില വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വാങ്ങലുകളും മെർജേഴ്സും അക്വിസിഷൻസും ഒക്കെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേരളം ആരോഗ്യ മേഖലയിൽ വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിന് ഇപ്പൊ പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മാർക്കറ്റിനെ അവിടെ നിന്ന് വേർപെടുത്തി സ്വകാര്യ മേഖലയുമായിട്ട് കൂടുതൽ ബന്ധിപ്പിച്ചാലാണ് ഇവിടെ കൂടുതൽ ലാഭങ്ങൾ ഉണ്ടാവുക എന്ന കൃത്യമായിട്ടൊരു ബോധ്യം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ഈ വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആശുപത്രി ഭീമന്മാര് അവരൊക്കെ ഈ ആശുപത്രികളെ കാണുന്നത് ആതുരാലയങ്ങളായിട്ടല്ല, മറിച്ച് സാമ്പത്തിക ആസ്തികളായിട്ടാണ്. അവർക്കിതൊക്കെ അസറ്റുകളാണ്, അല്ലാതെ ഒരു ചാരിറ്റി സെന്ററോ അല്ലെങ്കിൽ ആതുരാലയമോ അല്ല. അവർക്കൊരു സാമ്പത്തിക ആസ്തിയാണ്. അതിൽ നിന്ന് അവർക്ക് റിട്ടേൺസ് ആവശ്യമാണ്. അപ്പോൾ നിലവിലുള്ള വലിയ ആശുപത്രികളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവയുടെ ബ്രാൻഡ്, ഉദാഹരണത്തിന് കിംസ് ആശുപത്രി, അതിനൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിനാണ് കൂടുതലും വില കൊടുത്ത് അവര് ഈ വലിയ തുകയ്ക്ക് ഈ ആശുപത്രികളെ ഏറ്റെടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം അവർ നിർമ്മിക്കുമ്പോൾ പല കിംസുകൾ പല നഗരങ്ങളിലായി വരുന്നു, വിദേശത്ത് വരുന്നു. അങ്ങനെ ഒരു ശൃംഖല അവർ രൂപപ്പെടുത്തുമ്പോൾ അവർക്ക് റിട്ടേൺസ് വളരെ കൂടുതലായി ആവശ്യമായി വരുന്നു. ഓരോ ബെഡിൽ നിന്നും എങ്ങനെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാം എന്ന ഒരു തന്ത്രം അവർ രൂപപ്പെടുത്താനായിട്ട് ആരംഭിക്കുന്നു. അപ്പൊ രോഗികൾക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ, ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് ഭീമമായ ഫീസുകൾ, സർജറികൾക്ക് ഭീമമായ ഫീസുകൾ, ഡോക്ടർമാർക്ക് വലിയ ശമ്പളങ്ങൾ. അങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഒരു സിമെന്റ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു IT കമ്പനിയോ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നുവോ അതുപോലെ ഒരു ആശുപത്രിയുടെ നടത്തിപ്പിനെയും മാറ്റിയെടുക്കുന്ന ഒരു സ്വഭാവം ഇവിടെ കൈവരികയാണ്. അപ്പോൾ ഒരു ബെഡിൽ നിന്ന് ഒരു വർഷം എത്ര വരുമാനം കിട്ടും, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എത്ര മണിക്കൂർ ഉപയോഗിക്കപ്പെടുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്റർ 3 മണിക്കൂർ കുറവാണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അതൊരു കാര്യക്ഷമതയുടെ കുറവായി കാണുകയും ആ 3 മണിക്കൂർ കൂടി ഓപ്പറേഷനുകൾ നടത്തിയാൽ മാത്രമാണ് കാര്യക്ഷമത വരിക എന്ന സ്ഥിതിയും വരുമ്പോൾ ഇവിടെ അതുരാലയങ്ങളായിട്ടല്ല, മറിച്ച് ജനങ്ങളെ പിഴിയുന്ന ഒരു ചൂഷണ സ്ഥാപനമായിട്ട് ഈ ആശുപത്രികൾ മാറാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകൾ എത്ര പെട്ടെന്ന് പാസ്സാകുന്നു എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ ഇൻഷുറൻസ് കാര്യം ഇവിടെ പറയുമ്പോഴാണ് നമുക്ക് കേരള സർക്കാർ അടുത്ത കാലത്തായിട്ട് പ്രഖ്യാപിച്ച 25 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന സ്കീമിനെയൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടി വരിക. എന്തിനാണ് ഇത്രയും വലിയൊരു ഇൻഷുറൻസ്? ഇത്രയും 25 ലക്ഷം രൂപ വരെ ആവശ്യമുള്ള രോഗികൾ 0.01% പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് രോഗികൾക്ക് മാത്രമാണ് ആ ആവശ്യം വരുന്നത്. അങ്ങനെയുള്ള രോഗികൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളും സഹായവും നൽകാൻ ഇപ്പോൾ തന്നെ സ്കീമുകൾ ആരോഗ്യ വകുപ്പിന് കീഴിൽ ലഭ്യമാണ്. അപ്പൊ പിന്നെ ഈ വലിയൊരു ഇൻഷുറൻസ് സ്കീമിന്റെ ആവശ്യം എന്താണ്? അത് ഈ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഇങ്ങനെയുള്ള ആശുപത്രികളിൽ ഞാൻ ഈ പറഞ്ഞ ഇൻഷുറൻസ് ക്ലെയിമുകളുടെ പാസേജ് ഒരു അവരുടെ വിജയത്തിന്റെ അല്ലെങ്കിൽ കാര്യക്ഷമതയുടെ ഒരു സൂചകമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. മാനേജ്മെന്റുകൾ വലിയ ശമ്പളം കൊടുത്ത് ഹെൽത്ത് പ്രൊഫഷണൽസിനെ മാനേജേഴ്സായിട്ട് അവർ നിയമിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾക്ക് വലിയ മുൻതൂക്കം കൊടുക്കുന്നു. അപ്പൊ ഈ സംവിധാനത്തിൽ രോഗി എന്ന് പറയുന്നത് ആ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്ന ഒരു മനുഷ്യൻ എന്ന രൂപത്തിലല്ല അവർ കാണുന്നത്, മറിച്ച് ഓരോ രോഗിയും ആ ആശുപത്രിക്ക് ഒരു റവന്യൂ യൂണിറ്റ് ആണ്, വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതിൽ നിന്ന് എങ്ങനെ ഏറ്റവും കൂടുതൽ വരുമാനം നേടാം എന്ന ഒരു പരിശോധനയാണ് ഈ സ്ഥാപനങ്ങളിൽ പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. ഇത് കേന്ദ്ര തലത്തിൽ ഇപ്പോൾ ആരോഗ്യശ്രീ പോലെയുള്ള സ്കീമുകൾ പല സംസ്ഥാനങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നത്. അവയൊക്കെ ഈ ഒരു ഓപ്പറേഷൻ ഇത്ര രൂപ എന്ന രൂപത്തിൽ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് വലിയ വലിയ തുകകൾ കൈമാറിയിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു ആരംഭം.
പിന്നീട് അങ്ങോട്ട് കേരളത്തിലും ഈ സ്കീം വരികയും മുൻ UDF സർക്കാരിന് കീഴിലാണ് ആ സ്കീം ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം അതിങ്ങോട്ട് വിപുലപ്പെട്ടു വരികയും ചെയ്യുമ്പോൾ സർക്കാരിന് പൊതുജന ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കേണ്ട പണം നിക്ഷേപിക്കാൻ സാധിക്കാതെ വരികയും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളിലേക്ക് പൈസ മാറ്റിവെക്കാൻ അവര് നിർബന്ധിതരാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ട് പൊതുജനാരോഗ്യ മേഖലയുടെ ഒരു പൊളിച്ചെഴുത്താണ്. പൊതുജന ആരോഗ്യം എന്ന സങ്കല്പത്തിന് പകരം സ്വകാര്യ ഇൻഷുറൻസിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ആരോഗ്യ രംഗം എന്ന ഒരു പരിവർത്തനമാണ് ഈ നവലിബറൽ ആശയം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് നമ്മൾ കാണണം. ഇതാണ് ഈ കേരളത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഈ മാറ്റം അല്ലെങ്കിൽ ഈ പരിവർത്തനത്തിന് എണ്ണയിട്ട് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് UDF സർക്കാരിന്റെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയാതെ വയ്യ.